ഹലോ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ടോപ്പിക് ഓസ്റ്റിയോപൊറോസിസ് എന്ന കണ്ടീഷനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത, ഇവയൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? ഓസ്റ്റിയോപൊറോസിസ് എന്നാൽ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുന്ന ഒരു അവസ്ഥയാണ്. അതിലേറ്റവും ഭയാനകം എന്തെന്നാൽ ഓസ്റ്റിയോപൊറോസിസ് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തൊരു കണ്ടീഷനാണ്. അതോടൊപ്പം തന്നെ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്തൊരു കണ്ടീഷനും കൂടെയാണ്. ഓക്കെ, ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഓസ്റ്റിയോപൊറോസിസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം, എന്താണ് അതിൻ്റെ ടെസ്റ്റ്, ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്. ഓസ്റ്റിയോപൊറോസിസ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ അതിന് സൈലന്റ് ഡിസീസ് എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് പ്രിവെൻറ്റ് ചെയ്യാം? ആദ്യത്തേത്, നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ, നമ്മൾ സൂര്യപ്രകാശം കൊള്ളണം. ഡെയിലി ഒരു 10 മുതൽ 15 മിനിറ്റ് എങ്കിലും നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും വൈറ്റമിൻ ഡി ആൻഡ് കാൽഷ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും കുറവ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടുകൂടി അതിൻ്റെ സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ ഡയറ്റിൽ മിൽക്ക്, കേർഡ്, റാഗി, ഇലപ്പച്ചക്കറികൾ അതുപോലുള്ള വൈറ്റമിൻ ഡി, കാൽഷ്യം അടങ്ങിയ ആഹാരങ്ങൾ കൂടെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ നമ്മൾ വെയിറ്റ് ബിയറിംഗ് എക്സസൈസുകൾ, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇവയുടെയൊക്കെ ഉപയോഗമുണ്ട് എങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക. ഇത് നമ്മളൊരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ അതിനൊന്ന് മാറ്റി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന കണ്ടീഷൻ പ്രിവെൻറ്റ് ചെയ്യാനായി സാധിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അതിനായി ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഡെക്സാ സ്കാൻ ആണ്. ഡെക്സാ സ്കാനിലെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്നത് തിരിച്ചറിയുന്നത്. ഈ അവസ്ഥ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ സാധ്യമല്ലെങ്കിലും ശരിയായ ഡയറ്റ്, എക്സസൈസ്, മെഡിസിൻസ് എന്നിവ കൊണ്ട് ബോൺ സ്ട്രെങ്ത് വലിയ തോതിൽ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഫ്രാക്ചർ റിസ്ക് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ബോൺ ഹെൽത്ത് ഇഗ്നോർ ചെയ്ത് ഏർലി ചെക്കിംഗ് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.